അപകടത്തിൽ പറ്റി കിട്ടിയ ഏറ്റവും അടുത്ത വിവരം എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ബേപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നേരിട്ടിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം മൊത്തം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ അപകടം നടക്കുന്ന അവസരത്തിൽ അവിടെ വൺ മാർബിൾ എന്ന് പറയുന്ന ഒരു മർച്ചൻ്റ് വെസൽ ഉണ്ടായിരുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വൺ മാർബിൾ എന്ന് പറയുന്ന മർച്ചൻ്റ് വെസൽ. അപ്പോൾ മാരിടൈം റെഗുലേഷൻ പ്രകാരം ഇങ്ങനെ ഒരു അപകടം നടക്കുന്ന അവസരത്തിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള അൺഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രസ് അലേർട്ടുകൾ അടുത്ത കപ്പലുകൾക്കും കോസ്റ്റൽ സ്റ്റേഷനുകളിലേക്കും പോകും. അപ്പം അങ്ങനെ അടുത്തുണ്ടായിരിക്കുന്ന ഏത് മർച്ചൻ്റ് ഷിപ്പായാലും അതേപോലെ മറ്റു കപ്പലുകളാവും ആ ഭാഗത്തേക്ക് തിരിച്ച് രക്ഷാപ്രവർത്തനത്തിൽ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് മംഗലാപുരത്ത് നിന്നും ഓരോരോ കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട കപ്പലുകൾ കുറച്ച് വലിയ കപ്പലാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ അപകടം പറ്റിയ കപ്പലുകളിൽ നിന്നും 18 പേര് ആണ് രക്ഷപ്പെട്ടതായിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 18 പേരിൽ 10 പേര് ലൈഫ് ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടും 8 പേര് ലൈവ് ബോട്ട് ഉപയോഗിച്ചിട്ടും, അങ്ങനെ 18 പേരാണ്. ആ 18 പേരിൽ 2 പേർക്ക് സിവിയർ ബേണ്, ഈ കപ്പലുണ്ടായിരുന്നുള്ള തീപിടുത്തം കാരണം സിവിയർ ബേണ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. 4 പേരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മറ്റ് തെരച്ചിലുകളും കാര്യങ്ങളും ഈ കോസ്റ്റ് ഗാർഡ് തീരദേശ സേന അവിടെ അവരുടെ അസറ്റുകൾ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ലേറ്റസ്റ്റ്. നമ്മുടെ കൊച്ചിയിലുള്ള MRCC മാരിടൈം റീജിയണൽ റെസ്ക്യൂ സെൻറ്റർ, മാരിടൈം റീജിയണൽ കോർഡിനേഷൻ സെൻറ്റർ, റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്റർ ഈ പ്രവർത്തനത്തിൽ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അവരാണ് അതിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ല. കപ്പലുകളുടെ വസ്തുക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 തരം കാർഗോസാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. 4 ടൈപ്പ് ഓഫ് ഡേഞ്ചറസ് ഗുഡ്. മറ്റ് ജനറൽ കാർഗോവിൻ്റെ കൂടെ തന്നെ 4 തരത്തിലുള്ള ഡേഞ്ചറസ് ഗുഡ്സുകളാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് ഒന്ന് ക്ലാസ് 3 ആണ്, മറ്റൊന്ന് ക്ലാസ് 4.1 ആണ്, മറ്റ് വരുന്നത് 4.2 ആണ്, വേറൊന്ന് 6 ആണ് വരുന്നത്. അത് 6 ആണ് വരുന്നത്. അത് നമുക്ക് പറയാമെന്ന് ചോദിച്ചാൽ ക്ലാസ് 3 എന്ന് പറയുന്നത് ഫ്ലേമബിൾ ലിക്വിഡാണ്. ഫ്ലേമബിൾ ലിക്വിഡ് എന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുമ്പം ജ്വലിക്കാൻ സാധിക്കുന്ന ദ്രാവകങ്ങൾ, തീപിടിക്കാൻ സാധിക്കുന്ന ദ്രാവകങ്ങൾ. 4.1 എന്ന് പറയുന്നത് ഫ്ലേമബിൾ സോളിഡാണ്. അത് ജ്വലനശേഷിയുള്ള ഖരവസ്തുക്കളാണ്. 4.2 എന്ന് പറയുന്നത് സ്പോണ്ടൈനിയസ് കമ്പസ്റ്റബിളാണ്. അത് രാസപ്രവർത്തനത്തിൽ കൂടി സ്വയം ജ്വലിക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ്. ക്ലാസ് 4.2-ൽ ഇൻ്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസ് 6 എന്ന് പറയുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അത് വിഷാംശമുള്ള വസ്തുക്കളാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കണ്ടെയ്നർ കപ്പലുകളിൽ ഇത്തരം വസ്തുക്കൾ സാധാരണ കൊണ്ടുപോകും. അപ്പം ഈ വെസലിനകത്തും ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4 തരത്തിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് കൂടി ഉണ്ട്. അതാണ് വിവരം കിട്ടുന്നത്. തീരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ തലശ്ശേരി വടകരക്ക് നടുവിലുള്ള തീരമാണ് ഏറ്റെടുത്തത്. പക്ഷേങ്കിൽ നമ്മൾ ഈ മൗണ്ട് ഡൽഹി വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 44 നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852 മീറ്ററാണ്. അപ്പോൾ 1.852. അപ്പോൾ ഏകദേശം 81 കിലോമീറ്റർ ദൂരം ഈ മൗണ്ട് ഡൽഹി സ്ഥലത്തുന്നുണ്ട്. തീരം അടുത്താണെങ്കിലും നമ്മൾ കടലിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് തെക്കോട്ടാണ്. ഈ മെയ് മാസം ജൂൺ മാസം ഉള്ളത് തെക്കോട്ടാണ്. നിലവിൽ കാരണം ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒന്നും കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അധികം അമിതമായി ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വല്ല അറിയിപ്പുകളും ഉണ്ടെങ്കിൽ അത് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നതാണ്. അത് നമ്മൾ ജില്ലാ ഭരണ കേന്ദ്രത്തിനെയും കൂടി അറിയിക്കും. അപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും ജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മനസ്സിലാക്കുന്നത്. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ സെൻ്ററാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പരിക്കേറ്റവർ ഞാൻ മനസ്സിലാക്കുന്നത് വലിയ കപ്പലിലാണെങ്കിൽ അത് മംഗലാപുരത്തേക്കായിരിക്കും കൊണ്ടുപോവുക. വലിയ കപ്പലിലാണ് അവരെ മാറി. കാരണം വലിയ കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ കപ്പലുകളിൽ ഹോസ്പിറ്റലും അതേപോലെ ഡോക്ടറും മറ്റുള്ള അങ്ങനെയുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും. അപ്പം അതുകൊണ്ട് 2 കപ്പലുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് വലിയ കപ്പലിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് ഗാർഡാണ് ആധികാരികമായി പറയേണ്ടത്.